നല്ല വേദനയുണ്ട്, രാത്രിയൊന്നും ഉറക്കമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, എല്ല് പൊട്ടിയതല്ലേ, അതൊക്കെ ഉണ്ടാവും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ച് 5 ദിവസത്തെ മരുന്ന് തന്നു. 5 ദിവസത്തെ മരുന്ന് തന്ന് അയച്ചു വിട്ട് ഒരു 30-ാം തീയതി ആകുമ്പോഴാണ് ഈ സംഭവം. 30-ാം തീയതി രാവിലെ ഇവൾക്ക് എണിക്കാൻ പറ്റണില്ല, കയ്യിൽ നീര് വന്നു. ഞങ്ങൾ കെട്ടിയത് പറഞ്ഞാൽ അറ്റത്തോളമാണ് കെട്ടിയത്. ഇവിടെ നിന്ന് കൈ മോളിൽ നിന്ന് ഈ തുമ്പ് വരെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ല, നീര് വെള്ളം വരുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇവൾക്ക് അന്ന് രാവിലെ എണിക്കാനടക്കം പറ്റുന്നില്ല. എണിക്കാൻ പറ്റാണ്ട് ഞങ്ങൾ ബൈക്കിലാണ് കൊണ്ടുപോയത്. ബൈക്കിൽ കൊണ്ടുപോയി എൻ്റെ നെഞ്ചത്ത് കടത്തിയിട്ട് സാറെ കൊണ്ടുപോയത്. ഞങ്ങൾ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. അവിടെ പോയി ഇത് അഴിച്ചു നോക്കുമ്പോൾ കൈ അങ്ങനെ കറുപ്പ് കളറായി. ബ്ലഡ് ഓട്ടം ഇല്ലായിരുന്നു, ബ്ലഡ് ഓട്ടം നിന്നു എന്നൊക്കെ പറഞ്ഞു. ശരി പറഞ്ഞു. ഞങ്ങൾ അവരെല്ലാം മിടുപ്പൊക്കെ നോക്കണ്ടായിരുന്നു, കൈയിൻ്റെ മിടുപ്പൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് കുഴപ്പമില്ല, ബ്ലഡിൻ്റെ നരമ്പ് എടുത്ത് വിട്ടാൽ ശരിയാവും ഞങ്ങളോട് പറഞ്ഞു പാലക്കാട്ടിൽ നിന്ന്. ശരി പറഞ്ഞ് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് എല്ലാം നോക്കിയപ്പോൾ പറഞ്ഞു ശരി ഇവിടെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, നിങ്ങൾ തൃശ്ശൂർ ജൂബിൽ പോകാൻ പറഞ്ഞു ഞങ്ങളോട്. ജൂബിൽ പോകുമ്പോൾ എത്ര രൂപയാവും ചോദിച്ചപ്പോൾ അവരോട് 2-3 ലക്ഷം രൂപയാവും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ അത്രയൊന്നും പൈസ ഇല്ല, ഞങ്ങൾ വാടക വീട്ടിലായിരിക്കണം, അന്നൊന്ന് കൊണ്ടുവന്ന് കഴിയുന്നവരാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ടോ ചോദിച്ചു, ഇതിൻ്റെ ഇത് ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇല്ല, പിന്നെ ഉള്ളത് കോഴിക്കോടാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വന്നാൽ പിന്നെ കോഴിക്കോട് ട്രാൻസ്ഫർ ചെയ്ത് തരുമോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് സമയമാവില്ല പറഞ്ഞു. ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞു. പിന്നെ അവർ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്ന് കോഴിക്കോട്ടേക്ക് അയച്ചു. കോഴിക്കോട് അന്ന് 30-ാം തീയതി 11 മണിക്ക് ഇവിടെ നിന്ന് പോയിട്ട് അവിടെ പോയി എത്തുമ്പോൾ 2:15 2:30 അതിന് സമയമായി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് അത് ഇത് കഴിയുമ്പോഴേക്കും 1 മണിയായി സമയം. രാത്രി 1 മണിക്ക് ഇവിടെ ഐ സിയിൽ കയറ്റി 2 മണി അങ്ങനെ ആകുമ്പോഴേക്കും കൈയും കട്ട് ചെയ്യണം പറഞ്ഞിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ കമ്പിയെല്ലാം മേടിച്ച് വെച്ച് എല്ലാം നോക്കി. പക്ഷെ പറ്റില്ല, കൈ അത്രയും അഴുകിപ്പോയി. കാരണം കൈ നമ്മൾ എടുത്താൽ അത്ര അഴുകി വരും. കാരണം ഇവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെയും ഇവള് കിടന്നിട്ട് തന്നെയുണ്ട്. ബാത്റൂമിൽ പോകാനടക്കം എണിക്കാൻ പറ്റില്ല, അത്രയും ക്രിട്ടിക്കലായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയി അവർ കട്ട് ചെയ്തു. കട്ട് ചെയ്യേണ്ട സാറേ, കട്ട് ചെയ്യേണ്ട, അതെന്തിന് കട്ട് ചെയ്യുന്ന പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് പഴുപ്പ് കയറിയ കുട്ടീൻ്റെ ജീവനടക്കം പോകും പറഞ്ഞ് പിന്നെ കട്ട് ചെയ്തു അവർ. പിന്നെ പിറ്റേ ദിവസം വിളിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മ എൻ്റെ കൈയോടെ ചോദിച്ചു. ഞാൻ അപ്പം മടക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച്. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, എൻ്റെ കുട്ടീൻ്റെ കൈ മുറിച്ചത് കണ്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കാണാനുള്ള ഇതില്ലായിരുന്നില്ല. അപ്പം